Welcome back to my channel. Today we study revealed preference theory. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവീൽഡ് പ്രിഫറൻസ് തിയറിയെക്കുറിച്ചാണ്. വാട്ട് ഈസ് റിവീൽഡ് പ്രിഫറൻസ് തിയറി? റിവീൽഡ് പ്രിഫറൻസ് തിയറി റിവീൽസ് ദി ചോയ്സസ് ഓർ ബിഹേവിയർ ഇൻ ദി മാർക്കറ്റ്. ചോയ്സസ് അല്ലെങ്കിൽ ബിഹേവിയർ, മാർക്കറ്റിലെ ചോയ്സസിനെ കുറിച്ചോ അല്ലെങ്കിൽ ബിഹേവിയറിനെ കുറിച്ചോ ആണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി പ്രതിപാദിക്കുന്നത്. പ്രൊഫസർ സാമുവൽസൺ പ്രൊപ്പൗണ്ടഡ് ദിസ് തിയറി. പ്രൊഫസർ സാമുവൽസൺ ആണ് ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. വാർഫ് ആൻഡ് സാർപ്പ്. വാർപ്പ്, വീക്ക് ഓക്സിയം റിവീൽഡ് പ്രിഫറൻസ് ആൻഡ് സ്ട്രോങ് ഓക്സിയം revealed preference. Warp and Sharp are the two main components of revealed preference theory. Revealed preference തിയറിയുടെ പ്രധാനപ്പെട്ട രണ്ട് കമ്പോണൻസ് ആണ് വീക്ക് ആക്സിയം റിവീൽഡ് പ്രിഫറൻസും അതുപോലെ തന്നെ സ്ട്രോങ് ആക്സിയം റിവീൽഡ് പ്രിഫറൻസും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കം ടു ദി പോയിന്റ്. Revealed preference theory reveals the actual choices or behavior in the market. അപ്പോൾ റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്താണ് വെളിവാക്കുന്നത്? യഥാർത്ഥത്തിലുള്ള ചോയ്സ്, തെരഞ്ഞെടുപ്പ്, ഓർ ബിഹേവിയർ അല്ലെങ്കിൽ ബിഹേവിയർ, സ്വഭാവം ഇൻ ദി മാർക്കറ്റ്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ സ്വഭാവം അതുപോലെ തന്നെ കൺസ്യൂമറുടെ ചോയ്സുമാണ് യഥാർത്ഥത്തിൽ റിവീൽഡ് പ്രിഫറൻസ് തിയറിയിൽ പ്രതിപാദിക്കുന്നത്. ഇത് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് പ്രൊഫസർ സാമുവൽസൺ ആണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദി അസംഷൻ ഓഫ് റിവീൽഡ് പ്രിഫറൻസ് തിയറി? റിവീൽഡ് പ്രിഫറൻസ് തിയറിയുമായി ബന്ധപ്പെടാത്ത അസംഷൻ ഏതാണ്? ഇതിൽ ഏത് അസംഷനാണ് ഇതുമായിട്ട് ബന്ധപ്പെടാത്തത്? ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം, ഒരെണ്ണം അതിനകത്ത് ബന്ധപ്പെടുന്നില്ല, ബാക്കിയെല്ലാം അതിൻ്റെ അസംഷൻസ് ആണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ റിവീൽഡ് പ്രിഫറൻസ് തിയറിയുടെ അസംഷൻസ് പഠിക്കുന്നു. ഫസ്റ്റ് വൺ, ബജറ്റ് കൺസ്ട്രെയിൻസ്. ഒന്ന്, റിവീൽഡ് പ്രിഫറൻസ് തിയറി ഈസ് എക്സ്പ്ലെയിൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബജറ്റ് കൺസ്ട്രെയിൻഡ് ഓർ ബജറ്റ് ലൈൻ. ദെൻ സെക്കൻഡ് വൺ, റാഷണാലിറ്റി. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദി റാഷണാലിറ്റി ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമർ റാഷണൽ ആണ്, അതുപോലെ അത് ബഡ്ജറ്റ് കൺസ്ട്രെയിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൺസിസ്റ്റൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി. ഇതിൽ ഫസ്റ്റ് വൺ അസംഷനാണ്, സെക്കൻഡ് വൺ അസംഷനാണ്, തേർഡ് വൺ അസംഷനാണ്, ഫോർത്ത് വൺ അസംഷൻ അല്ല. ഇതൊറ്റയടിക്ക് മനസ്സിലാവും, കാരണം കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻകൺസിസ്റ്റൻസിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡി ആണ് അസംഷനുമായി ബന്ധപ്പെടാത്തത്. അതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദി അസംഷൻ ഓഫ് റിവീൽഡ് പ്രിഫറൻസ് തിയറി? ദിസ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാർപ്പ്, വീക്ക് ആക്സിയം റിവീൽഡ് പ്രിഫറൻസ് ആൻഡ് ഷാർപ്പ് സ്ട്രോങ് ആക്സിയം റിവീൽഡ് പ്രിഫറൻസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു, വാർപ്പ് ആൻഡ് ഷാർപ്പ് ആർ ദി ടു മെയിൻ കമ്പോണൻസ് ഓഫ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. അപ്പോൾ നമുക്കെന്ന് മനസ്സിലാവും, റിവീൽഡ് പ്രിഫറൻസ് തിയറിയുടെ രണ്ട് മെയിൻ കമ്പോണൻസ് ആണ് വാർപ്പ് ആൻഡ് ഷാർപ്പ്. വാർപ്പ് മീൻസ് വീക്ക് ആക്സിയം റിവീൽഡ് പ്രിഫറൻസ്, ഷാർപ്പ് മീൻസ് സ്ട്രോങ് ആക്സിയം റിവീൽഡ് പ്രിഫറൻസ്. ഇത് രണ്ടും ഏതുമായി ക്ലോസ്ലി റിലേറ്റഡ് ടു റിവീൽഡ് പ്രിഫറൻസ് തിയറി. പിന്നെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഡിമാൻഡ് ഫംഗ്ഷൻ, മാർജിൻ ലേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻകം ഇഫക്റ്റ്. ദെൻ തേർഡ് വൺ. അപ്പോൾ ഇതാണ് ആൻസർ എ. ഇഫ് എ കൺസ്യൂമർ ചൂസസ് ബണ്ടിൽ എ ഓവർ ബണ്ടിൽ ബി വെൻ ബോത്ത് ആർ അവൈലബിൾ, then the consumer should not choose B over A in any situation. Is called warp, sharp, RPT, income effect. അതായത് if a consumer chooses bundle A over bundle B, ബണ്ടിൽ എ ചൂസ് ചെയ്യുന്നു, ഏതിൻ്റെ മുകളിൽ? ബിയുടെ മുകളിൽ.
ഈ ബണ്ടിൽ എയും ബണ്ടിൽ ബിയും അവൈലബിളുമാണ്. അങ്ങനെയാണെങ്കിൽ ബോത്ത് ആർ അവൈലബിൾ, ദെൻ ദി കൺസ്യൂമർ ഷുഡ് നോട്ട് ചൂസ് ബി. ഇത് രണ്ടും അവൈലബിൾ ആണെങ്കിൽ ബി ചൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ബി ചൂസ് ചെയ്യാതെ എ ചൂസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷനിലും അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വാർപ്പ്, അല്ലെങ്കിൽ വീക്ക് ആക്സിയം റിവീൽഡ് പ്രിഫറൻസ്. അപ്പോൾ വാർപ്പ് എന്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. വാട്ട് ഈസ് വാർപ്പ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഇഫ് എ കൺസ്യൂമർ ചൂസസ് ബണ്ടിൽ എ ഓവർ ബണ്ടിൽ ബി വെൻ ബോത്ത് ആർ അവൈലബിൾ then the consumer should not choose B over A in any situation. ഇപ്പോൾ ആപ്പിൾ ആൻഡ് ഓറഞ്ച് ആയിക്കോട്ടെ, അപ്പോൾ ആപ്പിൾ ചൂസ് ചെയ്യുന്നു ഇതിൻ്റെ മേളിൽ, ഓറഞ്ചിൻ്റെ മുകളിൽ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇത് രണ്ടും അവൈലബിൾ ആണ്. അവൈലബിൾ ആണെങ്കിലും ഒരു കാരണവശാലും ബി ചൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓറഞ്ച് ചൂസ് ചെയ്യുന്നില്ല, ആപ്പിൾ തന്നെ ചൂസ് ചെയ്യുന്നു. ഇവിടെ എ ബിക്ക് പകരം ഞാൻ ആപ്പിൾ ഓറഞ്ച് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം വേറെ ചോയ്സ് സാർപ്പ്, പിന്നെ RPT, ദെൻ ഇൻകം എഫക്റ്റ്. അപ്പോൾ ഏതാണ് ഇതിനാണ് മൂന്നാമത്തെ ആൻസർ. വെൻ ബോത്ത് ആർ അവൈലബിൾ ദെൻ ദി കൺസ്യൂമർ ഷുഡ് നോട്ട് ചൂസ് ബി ഓവർ എ ഇൻ എനി സിറ്റുവേഷൻ ഈസ് കാൾഡ് വാർപ്പ് ഓർ വീക്ക് ആക്സിയം റിവീൽഡ് പ്രിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ കൺസ്യൂമർ ചൂസസ് എ ഓവർ B over C, but he should not choose C over A, is called. അതായത് ഇപ്പോൾ ആപ്പിൾ, ബനാന, ഓറഞ്ച്, ആപ്പിൾ, ബനാന, ഓറഞ്ച്, ഇങ്ങനെ മൂന്ന് കമ്മോഡിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എ ഓവർ ബി എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഓവർ ബനാന, അപ്പോൾ എ ഓവർ ബി, അതുപോലെ ബി ഓവർ സി, ദെൻ സി ഓവർ എ, നോട്ട് എ ഓവർ സി. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു ചോയ്സ് പ്രിഫർ ചെയ്യുന്ന അവസരത്തിൽ ഇഫ് എ കൺസ്യൂമർ ചൂസസ് എ ഓവർ ബി, ബി ഓവർ സി, ബട്ട് ഹി ഷുഡ് നോട്ട് ചൂസ് സി ഓവർ എ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സാർപ്പ്, വാർപ്പ്, RPT, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇത് സ്ട്രോങ് ആക്സിയം റിവീൽഡ് പ്രിഫറൻസ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് സാർപ്പ്. അപ്പോൾ ഇഫ് എ കൺസ്യൂമർ ചൂസസ് എ ഓവർ ബി ഓവർ സി ബട്ട് ഹി ഷുഡ് നോട്ട് ചൂസ് സി ഓവർ എ, സി ഓവർ എയിൽ പോകുന്നില്ല. നേരത്തെ നമ്മൾ കണ്ട എന്താണ്? ഇത് സാർപ്പാണ്. വാർപ്പ് കണ്ട എന്താണ്? ഇഫ് എ കൺസ്യൂമർ ചൂസസ് എ ഓവർ ബി, നോട്ട് ബി ഓവർ സി. അപ്പം ഇഫ് ബോത്ത് ആർ അവൈലബിൾ, എയും ബിയും അവൈലബിൾ ആണെങ്കിലും എ മാത്രമേ അയാൾ ചൂസ് ചെയ്യുന്നുള്ളൂ, അവിടെ എയിൽ തന്നെ നിൽക്കുന്നു, അതാണ് വീക്ക്. ഇവിടെ പറയുന്നത് ഇഫ് എ കൺസ്യൂമർ ചൂസസ് എ ഓവർ ബി, ബി ഓവർ സി, ബട്ട് ഹി ഷുഡ് നോട്ട് ചൂസ് സി ഓവർ എ, ഈസ് കാൾഡ് സാർപ്പ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ബേസിക് കൺസെപ്റ്റ് ഓഫ് RPT? RPTയുടെ ബേസിക് കൺസെപ്റ്റ് എന്താണ്? കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ആർ റിവീൽഡ് ത്രൂ ഇൻകം ലെവൽ. അപ്പോൾ ഒന്നാമത്തെ ചോയ്സ്, കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ആർ റിവീൽഡ് ത്രൂ ഇൻകം ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് റിവീൽ ചെയ്യുന്നത്. നമ്പർ 1, ത്രൂ ദെയർ ചോയ്സസ് ആൻഡ് പർച്ചേസിംഗ് ബിഹേവിയർ. ത്രൂ ദെയർ ചോയ്സസ് ആൻഡ് പർച്ചേസിംഗ് ബിഹേവിയർ, പർച്ചേസിംഗ് ബിഹേവിയറും അതുപോലെ തന്നെ ചോയ്സസും ബേസ് ചെയ്തിട്ടാണ്. മൂന്നാമത്തെ, ത്രൂ മാർക്കറ്റ് ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഫോർത്ത് വൺ, ത്രൂ സർവേസ് ആൻഡ് ക്വസ്റ്റനേഴ്സിൻ്റെയും സർവേയുടെയും അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഏതാണ് ആൻസർ? ത്രൂ ദെയർ ചോയ്സസ് ആൻഡ് പർച്ചേസിംഗ് ബിഹേവിയർ, ബി ആണ് ആൻസർ. ഓക്കെ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു RPT, ഇഫ് എ കൺസ്യൂമർ ചൂസസ് ഗുഡ് എ ഓവർ ഗുഡ് ബി, വാട്ട് ക്യാൻ ബി ഇൻഫർ? അപ്പോൾ ഒരു കൺസ്യൂമർ എ ചൂസ് ചെയ്യുന്നു ബിക്ക് ഉപരിയായിട്ട്, എയിൽ തന്നെ അയാൾ കൺസിസ്റ്റൻ്റ് ആകുന്നു. അപ്പോൾ അക്കോർഡിംഗ് ടു RPT, ഇഫ് എ കൺസ്യൂമർ ചൂസസ് ഗുഡ് എ ഓർ ഗുഡ് ബി, വാട്ട് ക്യാൻ ബി ഇൻഫർ? അതിൽ എന്താ മനസ്സിലാക്കുന്നത്? ഗുഡ് എ ഈസ് ചീപ്പർ, ഗുഡ് എ ചീപ്പർ ആണെന്നാണോ? ഗുഡ് ബി ഈസ് അൺഅവൈലബിൾ, ഗുഡ് ബി അവിടെ മാർക്കറ്റിൽ ഇല്ലെന്നാണോ? ദി കൺസ്യൂമർ പ്രിഫേഴ്സ് എ ഗുഡ് എ ഓവർ ഗുഡ് ബി, കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നു ഗുഡ് എയെ ഏതിൻ്റെ മീതെ? ബിയുടെ മീതെ. ദെൻ ഗുഡ് എ ഈസ് ഹയർ ക്വാളിറ്റി ദാൻ ഗുഡ് ബി, ഗുഡ് എ ഹയർ ക്വാളിറ്റിയാണ് ഗുഡ് ബിയേക്കാൾ.
ഇവിടെ ഏതാണ് ഗുഡ് ബി ഈസ് അല്ല ദി കൺസ്യൂമർ പ്രിഫേഴ്സ് ഗുഡ് എ ഓവർ ഗുഡ് ബി. അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RPT assumes that consumers are RPT assume ചെയ്യുന്ന റാഷണൽ പ്രിഫറൻസ് തിയറി അസ്യൂം ചെയ്യുന്നതാണ് റാഷണൽ ആൻഡ് കൺസിസ്റ്റന്റ് ഇൻ ദയർ ചോയ്സസ്. അപ്പോൾ റിവീൽഡ് പ്രിഫറൻസ് തിയറി അസ്യൂംസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ റാഷണൽ ആൻഡ് കൺസിസ്റ്റന്റ് ഇൻ ദയർ ചോയ്സസ്. റാഷണൽ ആണ്, അതുപോലെ കൺസിസ്റ്റന്റ് ആണ് അവരുടെ ചോയ്സുകളിൽ. രണ്ടാമത്തത് ഇൻഫ്ലുവൻസ്ഡ് മെയിൻലി ബൈ മാർക്കറ്റിംഗ്. പ്രധാനമായിട്ടും കൺസ്യൂമർ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഡ്രിവൺ ബൈ ഇമോഷൻസ്. അവരുടെ ആ ചിന്ത അല്ലെങ്കിൽ ചോയ്സിന് ചിന്തകളാണ്, ഇമോഷൻസ് വികാരമാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. ഇൻഡിഫറൻസ് ടു ദി പ്രൈസ് ഓഫ് ഗുഡ്സ് സാധനത്തിൻ്റെ വിലയിലുള്ള ഇൻഡിഫറൻസ് ആണ്. അപ്പോൾ ഇതിൽ റിവീൽഡ് പ്രിഫറൻസ് തിയറി അസ്യൂംസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ റാഷണൽ ആൻഡ് കൺസിസ്റ്റന്റ് ഇൻ ദയർ ചോയ്സസ്. റിവീൽഡ് പ്രിഫറൻസ് അവിടെ റാഷണൽ ആണ്, കൺസിസ്റ്റന്റ് ആണ്. ഈ രണ്ട് ടേംസ് ആണ് പ്രധാനമായിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിവീൽഡ് പ്രിഫറൻസ് തിയറി ഈസ് യൂസ്ഡ് ടു. റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്തിനാണ് മെയിനായി ഉപയോഗിക്കുന്നത്? എസ്റ്റിമേറ്റ് കൺസ്യൂമേഴ്സ് ഫ്യൂച്ചർ ബിഹേവിയർ. കൺസ്യൂമറുടെ ഫ്യൂച്ചർ ബിഹേവിയർ എസ്റ്റിമേറ്റ് ചെയ്യാൻ. ഐഡന്റിഫൈങ് കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ബേസ്ഡ് ഓൺ ദെയർ പാസ്റ്റ് കൺസംഷൻ പാറ്റേൺസ്. കഴിഞ്ഞ കാലങ്ങളിൽ കൺസ്യൂമർ നടത്തിയിട്ടുള്ള കൺസംഷൻ പാറ്റേൺസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഐഡന്റിഫൈങ് കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ബേസ്ഡ് ഓൺ ദെയർ പാസ്റ്റ് കൺസംഷൻ പാറ്റേൺസ്. മൂന്നാമത്തത് പ്രോഡക്റ്റ് ചേഞ്ചസ് ഇൻ മാർക്കറ്റ് സപ്ലൈ. മാർക്കറ്റ് സപ്ലൈ, അതിൽ പ്രോഡക്റ്റ് ചേഞ്ച് മനസ്സിലാക്കാൻ. ഡിറ്റർമിൻ ദി ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഗുഡ്സ്. ഡിമാൻഡ് ഫോർ ഗുഡ്സ് അതിൻ്റെ ഇലാസ്റ്റിറ്റി ഡിറ്റർമിൻ ചെയ്യാനാണ്. ഇതിലേതാണ് ആൻസർ? ബി ആണ് ആൻസർ. ഐഡന്റിഫൈങ് കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ബേസ്ഡ് ഓൺ ദെയർ പാസ്റ്റ് കൺസംഷൻ പാറ്റേൺസ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു പ്രൊപ്പൗണ്ടഡ് RPT? ആരാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറിയുടെ പ്രൊപ്പൗണ്ടർ? ഹിഗ്സ്, കെയ്ൻസ്, മാർഷൽ, പ്രൊഫസർ സാമുവൽസൺ. ഇതാണ് ആൻസർ. സാമുവൽസൺ ആണ് ആൻസർ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദി കൺസിസ്റ്റൻസി പോസ്റ്റുലേറ്റ് ഓർ വാർപ്പ് ഇംപ്ലൈ ഇൻ ദി RPT? What does the consistency postulate or warp imply in the RPT? അപ്പോൾ നെക്സ്റ്റ് റിവീൽഡ് പ്രിഫറൻസ് തിയറിയിൽ വാർപ്പ് അല്ലെങ്കിൽ വീക്ക് ആക്സിയം റിവീൽഡ് പ്രിഫറൻസ് എന്തിനെയാണ് ആ കൺസിസ്റ്റൻസി പോസ്റ്റുലേറ്റ് സൂചിപ്പിക്കുന്നത്? ചോയ്സസ് ആർ ബേസ്ഡ് ഓൺ ഇൻഡിഫറൻസ് കൗസ്. ഒന്നാമത്തെ ചോയ്സസ് ആർ ബേസ്ഡ് ഓൺ ഇൻഡിഫറൻസ് കൗസ്. ഇൻഡിഫറൻസ് കൗസിൻ്റെ ബേസിലാണ് ചോയ്സസ്. രണ്ട്, ചോയ്സസ് ആർ ഇൻകൺസിസ്റ്റന്റ്. ചോയ്സ് ഇൻകൺസിസ്റ്റന്റ് ആണ്. സി, ചോയ്സസ് ആർ ബേസ്ഡ് ഓൺ സ്ട്രോങ് ഓർഡറിങ്ങിലാണ് ചോയ്സസ്. അതിൻ്റെ ബേസിലാണ്, സ്ട്രോങ് ഓർഡറിങ്ങിൻ്റെ ബേസിലാണ് ചോയ്സസ്. ഡി, ചോയ്സസ് ആർ കൺസിസ്റ്റന്റ്. ചോയ്സസ് കൺസിസ്റ്റന്റ് ആണ്. അപ്പം ഡി ആണ് ആൻസർ. ചോയ്സസ് ആർ കൺസിസ്റ്റന്റ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു RPT, can a consumer select a combination that is above his budget line? ഒരു കൺസ്യൂമർക്ക് ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യുന്നത് അയാളുടെ ബജറ്റ് ലൈനിന് എബവ് വെച്ചിട്ട് പറ്റുമോ? ബജറ്റ് ലൈന് എബവ് ആയാൽ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന രണ്ട് ചോയ്സിലാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ according to RPT, can a consumer select a combination that is above his budget line? False ആണ്. Then what criticism has been revealed against the RPT regarding the possibility of indifference curve in behavior? In the criticism, what
ക്രിറ്റിസിസം ഹാസ് ബീൻ റിവീൽഡ് എഗൻസ്റ്റ് ദി ആർ പി ടിക്ക് എതിരായിട്ട് ഉയർന്നു വരുന്ന ക്രിറ്റിസിസം ഇതിലേതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോസിബിലിറ്റി ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇൻ ബിഹേവിയർ, അത് ഏതുമായി? ഇൻഡിഫറൻസ് കർവിൻ്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാധ്യത. ഇറ്റ് അസ്യൂംസ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ, അത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് പ്രിഫറൻസിനെ കുറിച്ച് പൂർണ്ണമായ വിവരം നൽകുന്നു. രണ്ടാമത്തത് ഇറ്റ് റിലൈസ് ഓൺ ഇൻഡിഫറൻസ് കർവ്സ്. മൂന്നാമത്തത് ഇറ്റ് റിക്വയർസ് ഇൻട്രോസ്പെക്റ്റീവ് എക്സ്പ്ലനേഷൻ, നൺ ഓഫ് ദീസ്. അങ്ങനെ ക്രിറ്റിസിസത്തിൽ നമ്മൾ ആൻസർ ഏതാണ്? ഇറ്റ് റിക്വയർസ് ഇൻട്രോസ്പെക്റ്റീവ് എക്സ്പ്ലനേഷൻ, അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കീ കമ്പോണൻറ്റ് ഓഫ് ആർ പി ടി? ആർ പി ടിയുടെ കീ കമ്പോണൻറ്റ് ഏതാണ്? കോൺസ്റ്റന്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ചോയ്സ് 1 കോൺസ്റ്റന്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, സ്ഥിരമായ ടേസ്റ്റും അതുപോലെ പ്രിഫറൻസസും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സ്ട്രോങ് ഓർഡറിങ്, വീക്ക് ഓർഡറിങ്. ഇതിൽ ആൻസർ സ്ട്രോങ് ഓർഡറിങ്, അതാണ് ആൻസർ. സ്ട്രോങ് ഓർഡറിങ്, സി. ദെൻ അക്കോർഡിംഗ് ടു ആർ പി ടി, 13ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ആർ പി ടി വാട്ട് ഡസ് ദി വാർപ്പ് സ്റ്റേറ്റ്? വാർപ്പ് എന്താണ് പ്രസ്താവിക്കുന്നത് ആർ പി ടിയിൽ? ഇഫ് എ ബണ്ടിൽ A is chosen over bundle B, then B can be chosen over A in another situation. ഒന്നാമത്തെ ചോയ്സ് പറയുന്നത് എന്താണ്? ഇഫ് എ ബണ്ടിൽ എ ഈസ് ചോസൺ ഓവർ ബണ്ടിൽ ബി, അതായത് എ പ്രിഫേർഡ് ടു ബി, ബിക്ക് പകരം അല്ലെങ്കിൽ ബിയേക്കാൾ പ്രാധാന്യത്തോടെ എ പ്രിഫർ ചെയ്യുന്നു. ദെൻ ബി ക്യാൻ ബി ചോസൺ ഓവർ എ ഇൻ അനദർ സിറ്റുവേഷൻ. ബിക്ക് മറ്റൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ബി ക്യാൻ ബി ചോസൺ ഓവർ എയുടെ മുകളിൽ ബണ്ടിൽ അതിൻ്റെ പ്രായത്തെ ഉറപ്പിക്കാം. ദെൻ ബി ക്യാൻ ബി ചോസൺ ഓവർ എ ഇൻ അനദർ സിറ്റുവേഷൻ. ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ, ഇഫ് എ ബണ്ടിൽ എ ഈസ് ചോസൺ ഓവർ ബണ്ടിൽ ബി, ദെൻ ബി കനോട്ട് ബി ചോസൺ ഓവർ എ ഇൻ അനദർ സിറ്റുവേഷൻ. അവിടെ ബിക്ക് സിയുടെ മേളിലോ ഡിയുടെ മേളിലോ മുകളിലേക്ക്, ഇപ്പോൾ ആപ്പിൾ, ഓറഞ്ച്, ബനാന, അപ്പോൾ ആപ്പിൾ ഓവർ ഓറഞ്ച് അല്ലെങ്കിൽ ഓവർ ബനാന, ബനാന ഓവർ ആപ്പിൾ, അങ്ങനെ വരുന്നില്ല. അപ്പോൾ അതേ രീതിയിൽ എ ഓവർ ബി, ബി ഓവർ സി, ബട്ട് സി നോട്ട് ഓവർ എ. അതേ രീതിയിൽ ഇഫ് എ ബണ്ടിൽ എ ഈസ് ചോസൺ ഓവർ ബണ്ടിൽ ബി, ദെൻ ബി കനോട്ട് ബി ചോസൺ ഓവർ എ ഇൻ അനദർ സിറ്റുവേഷൻ. ഇതാണ് രണ്ടാമത്താണ് ആൻസർ. ഇഫ് എ ബണ്ടിൽ എ ഈസ് ചോസൺ ഓവർ ബണ്ടിൽ ബി, ദെൻ ബി കനോട്ട് ബി ചോസൺ ഓവർ എ ഇൻ അനദർ സിറ്റുവേഷൻ. ഇനി ചോയ്സസ് ആർ ബേസ്ഡ് ഓൺ ഇൻഡിഫറൻസ് കർവ്സ്, ചോയ്സസ് ആർ ഇൻകൺസിസ്റ്റന്റ്. ഇതാണ് അതിലെ ചോയ്സുകൾ. ഇനി നമ്മൾ അടുത്തായിട്ട് നെക്സ്റ്റ്, I hope that you understood today's class. So please subscribe, share and support me. Okay, thank you.